അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അഖീദ പരീക്ഷയാണ് നാളെ. അപ്പോൾ അഖീദ 4 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ആ 4 പാഠത്തിൻ്റെയും റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പാഠം അറിയാമോ. ഇവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പാഠത്തുനിന്ന് വരുന്ന ചോദ്യം ഇതാണ്: എന്ത്? സൃഷ്ടികളിൽ 5 വസ്തുക്കളുടെ പേര്. എന്താ സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ പടച്ച കാര്യങ്ങൾ. അള്ളാഹു പടച്ചതാണ് ഈ ഭൂമി അല്ലേ, ഈ ലോകം. എന്തെല്ലാം അള്ളാഹു പടച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ സാധനങ്ങളെ പേരറിയില്ലേ? അതിവിടെ എഴുതാനാ പറയുന്നത്. അപ്പം നമുക്ക് അറിയുന്ന സാധനങ്ങളൊക്കെ പേര് കുറേ പറയാൻ കിട്ടും, പക്ഷെ എഴുതാൻ കഴിയില്ല. അപ്പം അതിനൊരു നല്ല വഴിയുണ്ട്. അതെന്താണ്? ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് എഴുതിയാൽ മതി. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എഴുതാ പൂക്കൾ എഴുതാം, മലകൾ, പിന്നെ ഭൂമി എഴുതുമ്പോൾ ഇവിടെ ഒരു ഹാവ് വേണം, പിന്നെ ഒരു വാവ് വേണം, പിന്നെ മീമ്. പിന്നെ ആകാശം എങ്ങനെ എഴുതുക? ആ എഴുതിയിട്ട് ആകാശം. പിന്നെ മഴ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ കുറിച്ചൊക്കെ എഴുതാം. പിന്നെ ഇവിടെ ഒരു പാട്ടാണ്: പൂക്കൾ പടച്ചവനാരാണ്, ഭൂമി പടച്ചവനാരാണ്, മാനമൊരുക്കിയതാരാണ്, മലകളൊരുക്കിയതാരാണ്, അവനാണ് അല്ലാഹു. ഈ പാട്ടൊന്നും വരാൻ സാധ്യതയില്ല. ഇവിടെ വരുന്ന ചോദ്യം ഇതാണ്: അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കുറിച്ച് പേരെഴുതാൻ പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് എഴുതാം എന്ത്? മലകൾ, ഭൂമി, ആകാശം, പിന്നെ ഒട്ടകം. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ കിട്ടുമോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. 2ാമത്തെ പാഠത്തിലേക്ക് പോകാം. 2ാമത്തെ പാഠം അല്ലാഹു റബ്ബുന അല്ലേ? അല്ലാഹു റബ്ബുന. ഈ പാഠത്തിൽ ഒരു പാട്ടാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഫാത്തിറുൽ അർള്, ഖാലിഖുൽ ജവ്, ഇതൊക്കെ വൈറ്റ് കളറിലാണ്. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊക്കെ കാണാതെ പഠിക്കാൻ അറബി ആവുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. പാട്ട് പഠിക്കാം, പക്ഷേ ഈ ഫാത്തിറുൽ അർള്, ഖാലിഖുൽ ജവ് ഇതൊക്കെ ചോദിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമുക്ക് അവിടേക്ക് പോകണ്ട. ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം: അള്ളാഹു നമുക്ക് വസിക്കാൻ ഡാഷ് തന്നു. എന്താ? ഭൂമി തന്നു. ഇവിടെ 2 വാക്ക് പരീക്ഷയ്ക്ക് വരാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഡാഷ് ഭൂമി തന്നു, അപ്പൊ വസിക്കാൻ എന്ന് എഴുതണം, വസിക്കാൻ. ഇനി അള്ളാഹു നമുക്ക് വസിക്കാൻ ഡാഷ് തന്നു, ഭൂമി എഴുതുമ്പോൾ ആദ്യം ബ എഴുതിയിട്ട് പിന്നെ ഹ എഴുതണം, പിന്നെ വാവ് എഴുതണം. ഭൂമി. ഇങ്ങനെ ഭൂമി എഴുതേണ്ടത്. മനസ്സിലായോ? പിന്നെ അള്ളാഹു നമുക്ക് കുടിക്കാൻ വെള്ളം തന്നു. വെള്ളം എന്ന് എങ്ങനെ എഴുതല്? വേ കഴിഞ്ഞിട്ട് ലാമാണോ? ഇതാണോ? അല്ല, അല്ല, പിന്നെ ളാണ്. വെള്ളം തന്നു. അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തന്നു. എങ്ങനെ ശ്വസിക്കാൻ എന്ന് എഴുതുക? ആദ്യം ഷ് എഴുതണം, ഷ് അല്ലേ, പിന്നെ വാ എഴുതണം, പിന്നെ ശ്വസിക്കാൻ. അടുത്തത് അള്ളാഹു നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു. കഴിക്കാൻ എന്നുള്ളത് കാ കഴിഞ്ഞിട്ട് എഴുതേണ്ട അക്ഷരം ഏതാ? യ ആണോ? അല്ല, ഴ ആണ്. റാ എഴുതിയിട്ട് മുകളിൽ 3 പുള്ളി. കഴിക്കാൻ ഭക്ഷണം തന്നു. ബഹുകഷ്ണം എന്നാ എഴുതുക അല്ലെ? ബഹുകഷ്ണം. ബാ എഴുതിയിട്ട് ഒരു ഹാ വേണം. ആ ഹായിനൊന്നും കൊടുക്കണ്ട. പിന്നെ ക്ക് വേണം. ഭക്ഷണം തരുന്നു. നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു. പിന്നെ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ഇതാണ്: അള്ളാഹുവിനെ മാത്രമേ ഡാഷ് എന്താണ് നാം ആരാധിക്കാവൂ. എങ്ങനെ ആരാധിക്കാവൂ എഴുതുക? അതിന്റെ ഒരു ഹാ വേണം. ആരാധിക്കാവൂ. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. വീഡിയോ നിർത്തിയിട്ട് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. കാരണം നിങ്ങൾക്കെല്ലാം കാണാതെ കിട്ടും. ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കാണാതെ കിട്ടും. പക്ഷേ എഴുതുന്നിടത്താണ് എന്ത് ചെയ്യുക? പല കുട്ടികൾക്കും തെറ്റുപറ്റുക. അപ്പൊ തന്നെ നിങ്ങൾ മാർക്ക് പോകും. ഉസ്താദ് നിങ്ങളെ മനസ്സ് നോക്കിയിട്ടല്ല മാർക്ക് ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്ര വൃത്തിയിൽ എഴുതുന്നോ അതിനനുസരിച്ചാണ് മാർക്ക് വരിക. നിങ്ങൾ ഫുള്ള് പഠിച്ചു പോയി, പക്ഷെ നിങ്ങൾക്ക് എഴുതാനൊന്നും അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് വട്ടപൂജ്യം മാർക്കായിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ നല്ലോണം എഴുതി പഠിക്കാം. അടുത്ത ലാ ഇലാഹ ഇല്ലല്ലാ. എന്താ അതിൻ്റെ അർത്ഥം? ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല. ഇവിടെ പൂരിപ്പിക്കാൻ വരും. അള്ളാഹു അല്ലാതെ ഡാഷ് എന്താ? മറ്റാരും ഇല്ല. പിന്നെ ആരാധനക്ക് അർഹൻ അള്ളാഹു. എങ്ങനെ അള്ളാഹു എഴുതാ? പഠിച്ചില്ലേ? ആരാധനക്കാരൻ അള്ളാഹു അല്ല മറ്റാരുമില്ല. ഇനി ഇവിടെ വരുന്ന ഒരു ചോദ്യമാണ്:
ഈ പാട്ട് ഒരു പക്ഷേ വരാം. അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു, നമ്മെ പടച്ചവൻ അല്ലാഹു, എല്ലാം തന്നവൻ അല്ലാഹു, എല്ലാം കാണും അല്ലാഹു, എല്ലാം കേൾക്കും അല്ലാഹു, എല്ലാം അറിയും അല്ലാഹു, എന്നും ഉള്ളവൻ അല്ലാഹു. ഇത് ഒരു പക്ഷേ പൂരിപ്പിക്കാൻ വരാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തായാലും വരും പരീക്ഷക്ക്. എന്താ? എന്നെന്നും ഡാഷ് എന്താ? ഉള്ളവൻ. ഇനി ഡാഷ് ഉള്ളവൻ എന്താ? എന്നെന്നും. അപ്പൊ ഉള്ളവൻ എങ്ങനെ എഴുതാൻ പഠിക്കുക? അടിയിലും മുകളിലും പുള്ളി വേണം. മനസ്സിലായില്ലേ? ഉള്ളവൻ. അടുത്ത് എല്ലാം കേൾക്കുന്നവൻ. ഇവിടെ മഞ്ഞ കളർ കണ്ടോ? മഞ്ഞ കളർ 1, 2. പിന്നെ നീല കളർ കണ്ടോ? ഈ നീല വേണ്ട, ഈ നീല. അപ്പൊ ഇത് മൂന്നും ഒരു ജോഡിയായിട്ട് പഠിക്കുക. എല്ലാം അറിയുന്നവൻ, കേൾക്കുന്നവൻ, കാണുന്നവൻ. എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ. ഇത് മൂന്നും നിങ്ങൾ പഠിക്കുക. അപ്പോൾ അള്ളാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. 1, 2, 3 എങ്ങനെ? കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. എന്ത്? എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. എല്ലാവരും പുസ്തകം പൂട്ടിയിട്ട് ഇതൊന്ന് കാണാതെ എഴുതി വെക്കുക. കാണുന്നവൻ, കേൾക്കുന്നവൻ, അറിയുന്നവൻ. അപ്പൊ അള്ളാഹു എല്ലാം കാണും, എല്ലാം കേൾക്കും, എല്ലാം അറിയും. അതാണ് ഇവിടെ 3 പഠിച്ചത്. ഇനി അടുത്ത ബാക്കി 3 നോക്കാം. എന്നെന്നും ഡാഷ് എന്താ? എന്നെന്നും ഉള്ളവൻ. ഇത് നിങ്ങൾ അതുപോലെ കാണാതെ പഠിക്കുക. ഇത് ഫുള്ള് നിങ്ങൾ കാണാതെ പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കാണാതെ എഴുതാൻ കിട്ടുന്നുണ്ടോ നോക്കുക. ഇതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട പണി. എന്നെന്നും എന്താ? ഉള്ളവൻ. അടുത്ത് കുടിക്കാൻ വെള്ളം തരുന്നു. കുടിക്കാൻ ഡാഷ് തരുന്നു, വെള്ളം തരുന്നു. ഡാഷ് വെള്ളം തരുന്നു, കുടിക്കാൻ. ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വരാം. അടുത്ത് ശ്വസിക്കാൻ വായു തരുന്നു. ശ്വസിക്കാൻ ഡാഷ് തരുന്നു, വായു തരുന്നു. പിന്നെ ഡാഷ് വായു തരുന്നു, ശ്വസിക്കാൻ. എങ്ങനെ ശ്വസിക്കാൻ എഴുതുക? പഠിക്കുക. അപ്പൊ ഇത് നിങ്ങൾ ഫുള്ള് കാണാതെ പഠിക്കുക. എന്നിട്ട് അത് കാണാതെ എഴുതാൻ നോക്കുക. അടുത്ത 3ാമത്തെ പാഠം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബിയുടെ പേര് എല്ലാവർക്കും അറിയാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ എങ്ങനെ മുഹമ്മദ് എന്ന് എഴുതുക? ചില കുട്ടികൾ ഇങ്ങനെ എഴുതും, എഴുതിയിട്ട് ഈ ഹ എഴുതും. ഇത് തെറ്റാണ്. ഇങ്ങനെയല്ല എഴുതേണ്ടത്. എങ്ങനെ എഴുതേണ്ടത്? ഹ ആണ്. കണ്ടില്ലേ? അതിനാണ് ഇവിടെ റെഡ് കളറിൽ കൊടുത്തത്. ഇത് നിർബന്ധമായും പഠിക്കണം. മുഹമ്മദ്, മുഹമ്മദ്. ഇനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സ്വാദ് ഇടുക വേണ്ടി. ഇങ്ങനെ സ്വാദ് ഇടുക, ബ്രാക്കറ്റിൽ സ്വാദ് കൊടുക്കുക. അപ്പൊ മുഹമ്മദ് എന്ന് എഴുതിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ്. എല്ലാവരും എഴുതാൻ പഠിച്ചില്ലേ? അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കയിലാണ്. മക്ക എന്ന് എഴുതുമ്പോൾ 3 അക്ഷരമുണ്ട്. എത്ര അക്ഷരമുണ്ട്? 3 അക്ഷരം. നിങ്ങൾ കേൾക്കുമ്പോഴോ 2 അക്ഷരം. മക്ക 2 അക്ഷരമേ ഉള്ളൂ, പക്ഷെ എഴുതുമ്പോൾ 3 അക്ഷരമുണ്ട്. എന്താ? അവസാനം താ വേണം. നമ്മളെ പാമ്പിന്റെ തല ഉണ്ടല്ലോ, അത് വേണം. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാ. തങ്ങളുടെ ഉപ്പ ആരാണ്? അബ്ദുല്ലാ. അതെല്ലാവർക്കും ആ പാട്ടൊക്കെ അറിയുന്നതുകൊണ്ട് അബ്ദുല്ല എന്നൊക്കെ അറിയും. പക്ഷേ അബ്ദുള്ള നബിയുടെ ആരാണ് എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടത്? ഉപ്പ. എങ്ങനെ ഉപ്പ എന്ന് എഴുതുക? എഴുതിയിട്ട് പ എഴുതണം. പാന്റെ മുകളിൽ 3 പാന്റെ മേലെ എന്ത് വേണം? W ആണ്, അഥവാ ഷദ്ദ് വേണം അല്ലെ? ഉപ്പ. നബിയുടെ ഉപ്പ ആരാണ്? അബ്ദുള്ള. അബ്ദുള്ള എന്നെങ്ങനെ എഴുതിയാല്? അബ്ദു വേറെ, അല്ല വേറെ അല്ലെ? ഓക്കെ. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബീവി. അപ്പൊ ഇവിടെ ചോദ്യം, നബി തങ്ങളുടെ ഡാഷ് ആമിന ബീവി ആരാണ്? ഉമ്മ. ഇനി ആമിന എന്ന് എങ്ങനെ എഴുതുക? ആമിന ബീവി എന്നുള്ളത് ആമിന എങ്ങനെ എഴുതുക? ഒരലിഫ് എഴുതുന്നുള്ളൂ, ഒരലിഫ്. പിന്നെ ഇങ്ങനെ സാധനം ഇടുന്നത് അല്ലേ? പിന്നെ മീ, ആമി. പിന്നെ ന. കഴിഞ്ഞ ആമിനായോ? ഇല്ല, ഒരു താവും കൂടി കൊടുക്കണം. ആമിന. ഇങ്ങനെ ആയിരിക്കണം. അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ എന്ത് ലഭിച്ചു? നുബുവ്വത്ത് ലഭിച്ചു. ഇവിടെ കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്. ഒന്ന്, എത്ര വയസ്സായപ്പോൾ? 40 എഴുതാൻ പഠിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഡാഷ് വയസ്സായപ്പോൾ എന്താ? 40 വയസ്സായപ്പോൾ. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ ഡാഷ് ലഭിച്ചു. എന്താ? നുബുവ്വത്ത്. നുബുവ്വത്ത് എഴുതാൻ പഠിക്കണേ. നുബുവ്വത്ത് ഏത് താ ആണ്? നമ്മളെ മുട്ടത്താ ആണ് അല്ലെ? അടുത്തത് ഇനി 3ാമതൊരു ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സായപ്പോൾ നുബുവ്വത്ത് ഡാഷ് എന്താ? ലഭിച്ചു. ലഭിച്ചു എങ്ങനെ എഴുതുക? ബി എഴുതിട്ട് ഹാ വേണം. ലഭിച്ചു. ഓക്കെ. അപ്പൊ ഇവിടെ എത്രയാണ്? 40ാമത്തെ വയസ്സ്. അടുത്ത് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. അപ്പൊ 40ലേക്ക് 13 കൂട്ടി എത്രയാണ്? 53. 53 എങ്ങനെ എഴുതുക? എഴുതിയിട്ട് എഴുതാം. പിന്നെ പാപ്പ 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് എവിടേക്ക് പോയി? മദീനയിലേക്ക് എന്ത് പോയി? ഹിജറ പോയി. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്,
53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഡാഷ് എന്താ ഹിജറ പോയി. അടുത്തത് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് ഡാഷിലേക്ക് ഹിജറ പോയി, മദീനയിലേക്ക്. ഓക്കെ. അടുത്തത് 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. വഫാത്തായി എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു. ഇപ്പൊ 3 വയസ്സ് നമ്മൾ പഠിച്ചു നബിക്ക്. അപ്പൊ നബി വഫാത്താകുമ്പോ എത്ര വയസ്സാണ്? 63. നിങ്ങൾക്ക് എത്ര വയസ്സായി നിങ്ങൾ ആലോചിക്കുക. നബി വഫാത്താകുമ്പോ എത്ര വയസ്സാണ്? 63. 53ാമത്തെ വയസ്സിൽ എന്താണ് ഉണ്ടായത്? 53ാമത്തെ വയസ്സിൽ നബി മക്കത്ത് നിന്ന് എവിടേക്ക് പോയി? മദീനയിലേക്ക് പോയി, ഹിജറ പോയി. 40ാമത്തെ വയസ്സിൽ എന്താ ഉണ്ടായത്? നുബുവ്വത്ത് ലഭിച്ചു. എന്താ പറയാ? നുബുവ്വത്ത്. എന്ത് ഈ നുബുവ്വത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ നബി ആവുക. മനസ്സിലായോ? മലക്കുകൾ വന്നിട്ട് നബിക്ക് ഇങ്ങനെ ഖുർആനെ ഓതി കൊടുത്തിട്ട് അങ്ങനെ നബി ആവണീനാണ് എന്ത് പറയാ? 40ാമത്തെ വയസ്സ് നബി നുബുവത്ത് ലഭിക്കുക എന്ന് പറയും. അത് 40ാമത്തെ വയസ്സിൽ. 53ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് ഹിജറ പോയി, 63 വഫാത്തായി. ഇവിടെ ഈ അവസാനത്തെ വരിയിൽ നിന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? 63 വയസ്സായപ്പോൾ ഡാഷ് എന്താ? മദീനയിൽ വഫാത്തായി. ഇവിടെ മദീന പൂരിപ്പിക്കാൻ വരും, അല്ലെങ്കിൽ വഫാത്തായി പൂരിപ്പിക്കാൻ വരും. ഇത് രണ്ടും അല്ലാത്ത ഇതും പൂരിപ്പിക്കാൻ വരും. 63 എഴുതാൻ പഠിക്കണേ. 63. അപ്പൊ 3 കാര്യങ്ങൾ അവിടെ പഠിക്കാനുള്ളത്. ഇനി ഇതുപോലെ ചോദ്യം വരാൻ സാധ്യത ഉണ്ട് കേട്ടോ, കളർ കൊടുക്കാൻ. പിന്നെ ഞാൻ നേരത്തെ പറയാൻ മറന്നു, എല്ലാ പാഠത്തിന്റെയും പാഠം കഴിഞ്ഞിട്ടുള്ള വർക്ക് നിർബന്ധമായും പഠിച്ചേ പോകാൻ പാടുള്ളൂ. അവിടുന്ന് പരീക്ഷയ്ക്ക് ചോദ്യം ഷുവർ 100% ഉറപ്പാണ്. അതുകൊണ്ട് ആ ഭാഗം നല്ലോണം പഠിക്കുക. ഇവിടെ യോജിച്ചവ് ചേർക്കാം. 40 വയസ്സായപ്പോൾ നമ്മൾ പഠിച്ചു, നബി ഇതൊക്കെ 40 വയസ്സായപ്പോൾ എന്താണ്? നുബുവ്വത്ത് കിട്ടി. ഇതാ നുബുവ്വത്ത് കിട്ടി. അടുത്തത് മക്കയിൽ എന്താ? നബി ജനിച്ചു. എവിടെ ജനിച്ചു? ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. ജനിച്ചു. അടുത്ത് മദീനയിൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അടുത്ത് ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ. അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ. ഇനി ഇവിടെ ഒരു പാട്ടാണ്. നമ്മുടെ നബിയവർ ആരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയുടെ ഉപ്പ അബ്ദുള്ള, ആമിന ബീവി പൊന്നുമ്മ. 40 വയസ്സിൽ നബിയായി, മാനവർക്കാകെ ഗുണമായി. ഒരു പക്ഷേ പൂരിപ്പിക്കാം, വരും വന്നേക്കാം. ഏതായാലും അത് റെഡി. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയത് എങ്ങോട്ട്? മദീനയിലേക്ക് അല്ലെ? മദീന എന്ന് എങ്ങനെ എഴുതാം? എങ്ങനെ മദീന എന്ന് എഴുതാം? മാ എഴുതിയിട്ട് ഏതക്ഷരം എഴുതണം? ദി എഴുതണം. ദി എഴുതിയിട്ട് യാ എഴുതണം. പിന്നെ നൂൻ എഴുതണം. കഴിഞ്ഞോ? ഇല്ല. പിന്നെ എന്ത് വേണം? ഒരു താവും കൂടി വേണം. കണ്ടോ? താവ് കണ്ടോ? അവസാനം താവ് കണ്ടോ? എല്ലായിടത്തും നമ്മളെ പാമ്പ് വരുന്നുണ്ട് അല്ലേ? അവസാനം പാമ്പ് വരുന്നുണ്ട്. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എവിടെ? അതും മദീനയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആരാണ്? ഉമ്മ ആമിന ബീവി, ഉപ്പ അബ്ദുള്ള. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകും. മലക്കുകൾ. ഇതാ ഇവിടെ പഠിക്കേണ്ട എന്താണ്? മലക്കുകൾ അള്ളാഹു എന്തുകൊണ്ടാണ് പടച്ചത്? നമ്മൾ എന്തുകൊണ്ട് അള്ളാഹു പഠിച്ചത്? പ്ലാസ്റ്റിക് കൊണ്ട? ഇരുമ്പ് കൊണ്ട? അല്ല. എന്തുകൊണ്ടാണ്? മണ്ണ് കൊണ്ടോ? മണ്ണ് കൊണ്ട് തന്നെയാണ് അള്ളാഹു നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മളെ ശരീരത്തിലൊക്കെ മണ്ണാണ് അല്ലേ? ശരിക്കും മണ്ണ് തന്നെയാണ്. അപ്പൊ മണ്ണിങ്ങനെ എന്താണ്? മണ്ണ് പല രൂപത്തിലായി മാറിയതാണ്. മണ്ണിന്റെ കളറല്ലേ നമ്മളെ ചോര അല്ലെ? രക്തം മണ്ണിന്റെ കളറല്ലേ? എന്നാൽ അള്ളാഹു മലക്കുകൾ എന്തുകൊണ്ടാണ് പഠിച്ചതെന്ന് അറിയോ? പ്രകാശം കൊണ്ട്. എന്താ പ്രകാശം എന്ന് പറഞ്ഞാല്? പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇല്ലേ? അതുകൊണ്ടാണ്, ഈ പ്രകാശം കൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്? മലക്കുകളെ സൃഷ്ടിച്ചത്. അപ്പോൾ അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണവർ. എന്താണ് സൃഷ്ടിച്ചവർ? എങ്ങനെ എഴുതുക നോക്കുക. സൃഷ്ടിച്ചവരാണവർ. അവരെ നമുക്ക് കാണാൻ കഴിയില്ല. അതാ എല്ലാം നമുക്ക് കാണാൻ കഴിയോ? ഇല്ലല്ലോ. മലക്കളെ നമുക്ക് കാണാൻ കഴിയില്ല. ജിന്നുകളെ കാണാൻ കഴിയോ? ഇല്ല. ശൈത്താന്മാരെ കാണാൻ കഴിയോ? ഇല്ല. അപ്പൊ കുറെ സാധനം നമുക്ക് കാണാൻ കഴിയാത്തത്. എന്നാൽ കാണാൻ കഴിയുന്നതില്ലേ? ഇപ്പൊ നിങ്ങളെ പേന, എന്റെ പേന നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ നിങ്ങളെ പെൻസിൽ കാണുന്നില്ല, പുസ്തകം കാണുന്നില്ല, എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ചില സാധനങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതാ ഇവിടെ പറയണത്. അപ്പൊ മലക്കൾ നമുക്ക് കാണാൻ കഴിയോ? കഴിയില്ല. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിക്കണം? കഴിയില്ല എന്ന് എങ്ങനെ എഴുതാ പഠിക്കണം. സൃഷ്ടിച്ചവരാണ് എങ്ങനെ എഴുതാ പഠിക്കണം. അടുത്ത് മലക്കുകൾക്ക് ഭക്ഷണമോ വെള്ളമോ വേണ്ട. അവർക്ക് തിന്നലും ഇല്ല, കുടിക്കലും ഇല്ല. ഭക്ഷണം വേണ്ട, വെള്ളവും വേണ്ട. ഭക്ഷണമോ വെള്ളമോ വേണ്ട. എങ്ങനെ ഇത് വേണ്ട പഠിക്കണേ. അടുത്ത് ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല. ഉറക്കമല്ല, ഡാഷ് ഇല്ല. എന്താ?
ഇത് പൂരിപ്പിക്കാൻ വരും. ഉറക്കമോ ഡാഷ്, എന്താ ക്ഷീണമോ ഇല്ല. അവർ എപ്പോഴും, ഇതൊരു എന്തായാലും പരീക്ഷയ്ക്ക് വരും. അവർ എപ്പോഴും അള്ളാഹുവിന് ഡാഷ്, എന്താ വഴിപ്പെടുന്നവരാണ്. ഓരോ അക്ഷരം വായിച്ചു നോക്കുക. വഴി, പെടുന്നവരാണ്. കണ്ടോ? നിങ്ങളെല്ലാവരും വീഡിയോ നിർത്തി വെച്ചിട്ട് എഴുതാൻ പോണം. വഴിപ്പെടുന്നവരാണ് എഴുതാൻ പഠിക്കണേ. ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും. അവർ എപ്പോഴും അള്ളാഹുവിന് എന്താണ്? വഴിപ്പെടുന്നവരാണ്. അവർ എപ്പോഴും, ഇത് കാണാതെ പഠിക്കുക. അവർ എപ്പോഴും അള്ളാഹുവിന് ഡാഷ്, എന്താ വഴിപ്പെടുന്നവരാണ്. അള്ളാഹുവിന് അവർ എതിർ ചെയ്യുന്നവരല്ല. അള്ളാഹുവിന് അവർ എന്ത് ചെയ്യൂല? എതിർ ചെയ്യുന്നവരല്ല. അപ്പൊ എതിർ ചെയ്യുന്നവരല്ല കാണാൻ പഠിക്കുക. എതിർ ചെയ്യുന്നവരല്ല. അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഇതും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. അവരുടെ എണ്ണം അള്ളാഹുവിന് ഡാഷ്, എന്താ മാത്രമേ അറിയൂ. എങ്ങനെ ഇത്? മാത്രമേ അറിയുകയുള്ളൂ. അടുത്തത്, അവരിൽ ഏറ്റവും പ്രധാനികൾ താഴെ പറയുന്നവർ. എത്ര ആളുകളുണ്ട് ഇവിടെ? 1, 2, 4 ആളുകളെ പേരുണ്ട്. നിങ്ങളൊരു 3 ആളുകളെ പേര് നിർബന്ധമായും പഠിക്കണം. 1 ജിബ്രീൽ അലൈഹിസ്സലാം. എന്താ വായിക്കുക? ജിബ്രീൽ അലൈഹിസ്സലാം. 2 മീകായിൽ അലൈഹിസ്സലാം. 3 ഇസ്രാഫീൽ അലൈഹിസ്സലാം. 4 അസ്രായീൽ അലൈഹിസ്സലാം. എല്ലാത്തിലും ഉണ്ട് അല്ലേ? ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായീൽ അലൈഹിമുസ്സലാം. അപ്പൊ നിങ്ങൾ പഠിച്ചോ? ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ. 3 മലക്കിന്റെ പേര് നിങ്ങൾ എന്തായാലും പഠിക്കുക. അടുത്തത്, പ്രകാശത്താൽ അള്ളാഹു പടച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. ആരാണ് മലക്കുകൾ? ഇത് പൂരിപ്പിക്കാൻ വരാം. എങ്ങനെ? ഡാഷ് അള്ളാഹു പടച്ച ഡാഷ് സൃഷ്ടികളാണ് ഡാഷ്. അപ്പൊ എന്താ വരിക? പ്രകാശത്താൽ എഴുതാൻ പഠിക്കണേ. പ്രകാശത്താൽ. പിന്നെ അള്ളാഹു പടച്ച പ്രത്യേക പിന്നെ സൃഷ്ടികളാണ് മലക്കുകൾ. എങ്ങനെ മലക്കുകൾ എഴുതാ? എല്ലാവരും കണ്ടോ? വലിയ അക്ഷരത്തിൽ കണ്ടോ? മലക്കുകൾ. കണ്ടില്ലേ? എത്ര കാഫുണ്ട്? 2 കാഫുണ്ട്. അവസാനം ള്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാണ്. മലക്കുകൾ ഡാഷ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. പ്രകാശം കൊണ്ട്. എല്ലാവരും ഒന്ന് എഴുതി നോക്ക്. എങ്ങനെ എഴുതുക? ചില കുട്ടികൾ ഇങ്ങനെ എഴുതും. ഇങ്ങനെയാണോ? അല്ല, ഇവിടെ പൂജ വേണ്ടി അല്ലേ? പ്രകാശത്താൽ. അടുത്തത്, മലക്കുകൾ സദാ അള്ളാഹുവിന് എന്താണ്? വഴിപ്പെടുന്നവരാണ്. അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്. അടുത്ത്, നമുക്ക് കാണാൻ കഴിയാത്തവരാണ്. ആര്? മലക്കുകൾ. അടുത്തത്, മലക്കുകളിൽ പെട്ടവരാണ്. ആര്? ഇതിലാരാ? 4 അള്ളാഹു, ഇസ്രാഫീൽ, മനുഷ്യർ. മലക്കുകളിൽ പെട്ടവരാരാണ്? അള്ളാഹു ആണോ? അല്ല. ആരാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. അടുത്ത്, നാം പഠിച്ച മലക്കുകളുടെ എണ്ണം. നാം പഠിച്ച മലക്കുകളുടെ എണ്ണം എത്രയാണ്? 4. അടുത്ത്, മണ്ണിനാൽ പടക്കപ്പെട്ടവർ. മണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവരാരാണ്? മനുഷ്യന്മാർ അല്ലേ? അടുത്ത്, മലക്കുകളുടെ എണ്ണം അറിയുന്നവൻ ആരാണ്? അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് ഇങ്ങനെ വന്നു, മണ്ണിനാൽ പടക്കപ്പെട്ടവർ ആരാണ്? ഉത്തരം മനുഷ്യർ. എങ്ങനെ മനുഷ്യർ എന്ന് എഴുതുക? ഒന്ന് നോക്കിയാട്ടെ നിങ്ങള്. എത്ര അക്ഷരമുണ്ട്? 2, 3, 4 1, 2, 3, 4 5 അക്ഷരം ഉണ്ട് അല്ലേ? ഷ്യ എങ്ങനെ എഴുതുക? ഷ് എഴുതിയിട്ട് യാ എഴുതണം അല്ലേ? മനുഷ്യർ. ഓക്കെ, ഇനി ഇത് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. കാണുന്നവർ കാണാത്തവർ വേർതിരിക്കാൻ. മദ്രസ കാണും. ജിന്നിനെ കാണാൻ കഴിയോ? ഇല്ല, കാണാത്തവർ. മനുഷ്യർ കാണാൻ പറ്റും. മലക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അപ്പോ കാണാത്തവ. അടുത്ത്, പേന കാണാൻ കഴിയും. അടുത്ത്, പിശാജ് കാണാത്തവ. ഓക്കെ, ഇനി ഇതെന്തായാലും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് മലക്കുകളുടെ സ്വഭാവം എന്തൊക്കെയാണ്? എന്താണ്? പ്രകാശത്താൽ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പ്രകാശത്താൽ പടക്കപ്പെട്ടവരാണ്. ഇനി ഇവിടെ എന്താ പഠിക്കാനുള്ളത്? ഉറക്കമോ ക്ഷീണമോ ഇല്ല. ക്ഷീണം എന്നെങ്ങനെ എഴുതുക? ആദ്യം എഴുതണം, പിന്നെ പിന്നെ യാവാണ്. ഉറക്കമോ ക്ഷീണമോ ഇല്ലാത്തവർ. അടുത്ത്, ഭക്ഷണമോ വെള്ളമോ വേണ്ടാത്തവർ. എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവർ. കാണപ്പെടാത്ത സൃഷ്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 നിങ്ങൾ പഠിക്കുക. ഒന്നെല്ലാവർക്കും അറിയാം, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. പിന്നെ ഇതെടുത്തോളൂ നിങ്ങൾ. ഇത് എളുപ്പമാണ്. ഉറക്കമോ ക്ഷീണമോ ഇല്ലാത്തവർ. ഇതും എളുപ്പമാണ്. ഭക്ഷണമോ വെള്ളമോ വേണ്ടാത്തവർ. വേണ്ടാത്തവർ. ഇത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടൂല. ഇതും 2 കിട്ടൂല. പക്ഷെ ഇത് 3 പെട്ടെന്ന് കിട്ടുന്നതാണ്. പ്രകാശത്താൽ സൃഷ്ടിച്ചാണ്. ഉറക്കമോ ക്ഷീണമോ ഇല്ല. ഭക്ഷണമോ വെള്ളമോ വേണ്ടാത്തവർ. അടുത്തത്, അപ്പൊ ഈ പാഠം കഴിഞ്ഞു. അപ്പൊ ഇതാണ്
പിന്നെ അഖീദയുടെ റിവിഷൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായി പഠിച്ച് എഴുതാനും പഠിച്ച് നല്ല മാർക്കോട് കൂടി വിജയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.